സമയമുണ്ടെങ്കിൽ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ, പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം കേട്ടോ ഒഴിവിനനുസരിച്ച്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല കാണിക്കാനുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു യത്തീംഖാനയിലാണ്. യത്തീംഖാനയിൽ കുറച്ച് വിസ്മയ കാഴ്ചകൾ. എന്താ സംഭവം എന്ന് പറയാം, അതിലൊരാളെ ഞാൻ മുന്നിൽ കൊണ്ടുവരാം. ഉസ്താദും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അതിന് ആദ്യം ഇദ്ദേഹത്തിന് പറഞ്ഞിട്ട് ഓക്കെ, ഇദ്ദേഹത്തെ ഞാൻ ആദ്യം പറയാണ്. ഇദ്ദേഹം ശരിക്കും ഒരു സന്തോഷ് സാർ അല്ലേ, ഇദ്ദേഹം ശരിക്ക് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. താനൂരാണ് വീട്. ഇവിടെ ചെറൂർ യത്തീംഖാനയിലെ ഇൻമേറ്റാണ്. ഇവരൊക്കെ ഇവിടുത്തേതാണ്. ഉസ്താദിൻ്റെ ബാക്കിയുണ്ടൊക്കെ പരിചയപ്പെടുത്തട്ടോ. നിങ്ങൾ അത്ഭുത കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞുതരാം. ഇതേ ഒരു എൻജിനീയറോ കാര്യങ്ങളോ ഒന്നുമല്ല, ബിടെക് അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ ഒന്നുമല്ല. പക്ഷേ ഈ യത്തീംഖാനയിലെ ഉള്ളിലെ ചില നല്ല കാഴ്ചകൾ, മനോഹരമായ ചില സംഗതി. ഇവിടുത്തെ ഓഫീസ് സെറ്റ് ചെയ്തത്, ഇവിടുത്തെ റീഡിംഗ് റൂം സെറ്റ് ചെയ്തത്, അതേപോലെ തന്നെ ലൈബ്രറി സെറ്റ് ചെയ്തത്, അതേപോലെ തന്നെ ലാബ് സെറ്റ് ചെയ്തത്, അക്വേറിയം ഉണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നേതൃത്വം നൽകിയ ഒരു മിടുക്കനാണ്. 8ാം ക്ലാസ്സിലാണ് ഇവിടെ യത്തീംഖാനയിലെ താമസം. 13 വയസ്സ്. എത്ര വയസ്സ്? 13 വയസ്സ്. അതെ, 13 വയസ്സ്. പേരെന്ന് പറയും? മുഹമ്മദ് അഫീഫ്. അഫീഫ് ഒരു ഗായകനാണ്, കാലിഗ്രാഫിയിൽ മികച്ചതാണ്. എന്താ സംഭവം എന്ന് പറയാം, ഒരു സാധാരണ കുടുംബമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അവിടുത്തെ സിറ്റുവേഷൻ്റെ പരിമിതിയിൽ നിന്നും പിന്നെ ഓവർകം ചെയ്ത് ലോകം അറിയപ്പെടേണ്ട ഒരു സൂപ്പർ താരത്തെയാണ് ഇന്നത്തെ വീടിൽ. ഒപ്പം ഇവരൊക്കെ ഇവിടെ താമസിക്കുന്ന കുട്ടികൾ. എന്താ പേരെന്താ നിങ്ങളുടെ പേര്? ഫസലുദ്ദീൻ ബിശ്രി ഫൈസി. ഇപ്പം മെൻഡറാണ് ഫൈസി. താങ്ക് യു. ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ് ഇവിടെ, നമ്മളെ ഓർഫനേജിലെ കുട്ടികളാണ്. കുട്ടികളെല്ലാവരും മികച്ച കഴിവുള്ളവരാണ്. മാഷാ ഉഷാറാണ്. എല്ലാവരും ഒന്നിനൊന്നും മികച്ച കുട്ടികളാണ്. എല്ലാവരും വിദ്യാർത്ഥികൾ ഉഷാറാണ്. ഓക്കെ, ഇനി വേറെ സംഗതി എന്താ പറയുക, കാണിച്ചാൽ ഞങ്ങൾ ഉള്ളിൽ പോവാട്ടോ. നിങ്ങൾ കാണുമ്പോഴാണ് അത്ഭുതം കാണാം. എന്നിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറയാം. ഒന്ന് കാണിച്ചു കൊടുക്കുക, നേരം കളണ്ട. വാൾ ഡിസൈന് നോക്കി ഞങ്ങൾ. ഇത് ഇവൻ ചെയ്തതാണ്. ഇതിപ്പം ചെയ്തതാട്ടോ. ഈ വാളിലുള്ള എല്ലാ ഡിസൈനും ഇതിന്റെ വുഡ് കൊടുക്കുന്നത്. ഇതെന്താ മെറ്റീരിയൽ? എന്താ? PVC ബോർഡാണ്. PVC ബോർഡ്. എന്നിട്ട് ഇത് ഒരു സാധാ ചുവരായിരുന്നു അല്ലേ? ഇത് മനോഹരമാക്കി ഈ ഓഫീസ് ഡിസൈൻ ചെയ്ത് കൊടുത്തു. എന്താണ്, എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ പ്രേക്ഷകർക്ക് വേഗം പറയും, ഒന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ വീട്ടിൽ ചെയ്യുന്ന വർക്കൊക്കെ കണ്ട് അതിനോടുള്ള താല്പര്യം വന്നിട്ട്. എവിടുന്ന് വർക്ക് കണ്ടിട്ടുള്ളത്? ഞാൻ എന്റെ വീട്ടിൽ നിന്നും ഉമ്മാന്റെ അവിടെ നിന്നൊക്കെ കാണും. പണിക്കാർ ജോലിക്കാർ ചെയ്യണത് കാണും. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. എത്ര വയസ്സ് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്? ഞാനിങ്ങോട്ട് 5ാം ക്ലാസ് എത്തണേ. ഇവിടെ 5ാം ക്ലാസ്ക്കാണ്. ചെറു PPT യത്തീംഖാനയിലേക്ക്. ഓക്കെ, പാണക്കാട് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ യത്തീംഖാന നമുക്ക് അഭിമാനമായ സ്ഥാപനമാണ്. പറഞ്ഞോളൂ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനത്തെ ഓരോ ഇതിലൊക്കെ നോക്കിക്കലും ഞാൻ കൈവാളൊക്കെ ചെറുതായിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോ ഉസ്താദ് വരും ഇങ്ങോട്ട് വരെ ഉസ്താദിനെ കാണിച്ചു കൊടുക്കുക. ഈ ഉസ്താദിന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? ഇവിടെ ഞാൻ കണ്ടത് ഒരു സ്ലൈഡിംഗ് ഡോറാണ്. ഇതിന്റെ സംവിധാനമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ എങ്ങനെ ചെയ്തത്? എനിക്കൊരു ഐഡിയ കിട്ടിയില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കുക. പറയും. ഇവിടെ ഒരു ആദ്യമുള്ള ഒരു വാതില് നമ്മള് അത് ഊരികാണ്ട് വേറെ പീസ് വെച്ച് പൊന്തിച്ചാണ് അതിന് ബോർഡ് ചെയ്താണ്. അപ്പൊ ഈ മേലത്തെ സംഭവമൊക്കെ എങ്ങനെ ചെയ്തത്? ഭയങ്കര റിസ്ക് അല്ലേ? മേലത്തൊക്കെ നമ്മള് മേശ ഇട്ടുകൊണ്ട് ഉസ്താദ് ചാനൽ അടിച്ചു തരും. എന്താ ചെയ്യാ? ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്തേ. ഇതൊക്കെ ഫിറ്റ് ചെയ്യാ മെയിൻ സാധനം നമ്മളെ മെഷീനാണ്. അത് നമ്മളെ പൂർവ്വ മെഷീൻ. ഇത് ഇവിടെ യത്തീംഖാന സ്റ്റുഡന്റ് ആണ്. എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മള് ആദ്യം ഇത് ചുമരാണ്. ഇതൊരു ബോർഡാണ്. ചുമരുമ്പോ നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് സ്കോറിനുള്ള ഇതിട്ടിട്ട് പിന്നെ എന്ത് ചെയ്യും, സ്കോർ ചെയ്യും. അപ്പോൾ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിമക്ക് അടുത്ത ബോർഡ് വെക്കാനുള്ള ചാലുണ്ടാവും. അതിമ ക്ലിപ്പ് ഇട്ട് കയറ്റിയാൽ ആ ഡിസൈനായി ക്ലിയർ ആയി വരും. ഡിസൈൻ കൊണ്ട് വരും അല്ലേ? ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ നഴ്സലിന്റെ ക്ലാസ്സിലാണ്, 8P ക്ലാസ്സിലാണ്. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താ? നിങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലവും ഇവിടുത്തെ ചെടികളും ഇതൊക്കെ ഇവർ വെച്ച് തന്നെ കേട്ടോ. ഓക്കെ, ഭയങ്കര സന്തോഷം. എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട്? ഉഷാറാണല്ലേ? നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു. ഭയങ്കര സപ്പോർട്ടാണ് പറഞ്ഞത്. ചിത്രമായിട്ട് എന്റെ കൂടെ തന്നെ ചെയ്യണ നല്ലൊരു കലാകാരല്ലേ സന്തോഷ് മാഷ്? കേരള മുസ്ലിം ഓർഫനേജ് കലാപ്രതിഭ. പേര് പറയും. എത്രാം ക്ലാസ്സിലാ? 5ാം ക്ലാസ്. പേരെവിടെ? വീട് എവിടെ? പറപ്പൂര. ഇടം എടുക്ക. നല്ല ട്രോഫി, ഓൻ്റെ ട്രോഫി. അപ്പൊ ഞാൻ പറഞ്ഞു തരോ, എൻ്റെ ഈ കുട്ടികളൊക്കെ നല്ല കഴിവുള്ള പാട്ടുകാർ, ചിത്രം വരക്കുന്നവർ, ഡിസൈൻ ചെയ്യുന്നവർ, നല്ല പഠിക്കാനും ഉഷാറാട്ടാ. ഇവന്റെ ഒരു പാട്ടടിക്കേ പെട്ടെന്ന്. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഹാദിമാൽ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലെന്ത് മാദിഹ. പിന്നെ ഇതൊക്കെ ഈ ചെടികളും മറ്റു സംഗതികളൊക്കെ ഇല്ലേ? നിങ്ങൾ ഇതല്ലേ? എന്താ ഇത്? നമ്മള്
ഇതൊക്കെ ഉസ്താവ് കൊടുക്കുന്നതാണ് മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ. പ്ലാന്റുകളൊക്കെ ഉസ്താദ് കൊടുന്നു എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യും. ഉസ്താവും കൂടെ ഉണ്ടാവും. ഉസ്താദും കൂടെ ഉണ്ട്. ഉസ്താദ് ഒരു മുതലാട്ടാ. ഉസ്താദ് എങ്ങനെയുണ്ട്? കമ്മിറ്റിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ഉഷാറാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവര് സപ്പോർട്ടാണ്. സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ധൈര്യം. ധൈര്യം അതന്നെ ധൈര്യമില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറഞ്ഞ നമ്മളെ മാനേജർ സാറാണ് സുലൈമാൻ പിന്നെ നമ്മളെ കുട്ടി മൗലവി ഇതിന്റെ സെക്രട്ടറിയാണ്. നമ്മളെ സാദിഖലി തങ്ങളാണ് പ്രസിഡന്റ്. ഭയങ്കര സംഭവമാണ്. പിന്നെ ഇവന്റെ വേറെ വർക്ക് വാഷ് ബേസിന് മനോഹരമായി. ഇതെങ്ങനെ ചെയ്തു മോനെ? പെട്ടെന്ന് പറയാം. വാഷ് ബേസ് നമ്മൾ ഇതൊരു വേറെ ബോർഡാണ്, ഹാർഡ് ബോർഡ് പോലെ ഒരു ബോർഡാണ്. ഇതൊക്കെ PVC പൈപ്പാണ്. PVC പൈപ്പാണ്. ഇതും PVC പൈപ്പ് ചെയ്താണ്. ഇതൊക്കെ ഉസ്താദ് പറഞ്ഞ ഉസ്താദ് ഒരു മോഡൽ ഇങ്ങനെ ഉസ്താദ് പറഞ്ഞാല് ചെയ്തോക്ക് കൊളാവോന്നൊന്നും പറയില്ല, ചെയ്തോക്കാണ് ഉസ്താദ്. ഇതെന്താ പോലെ ഈ ഇത് റീഡിംഗ് കോർണർ ആണ്. ഇതിനെ പറ്റി നമ്മള് പെയിന്റ് അടിച്ച് നമ്മൾ വെക്കേഷനിൽ ചെയ്യും. ഇവിടെ വെറുതെ ഇരിക്കുമ്പോ ഉസ്താദ് ഇങ്ങനെ കുറച്ച് പെയിന്റ് ഉസ്താദ് പെയിന്റ് തരും. അപ്പൊ നമ്മള് ചെയ്യും കാലിഗ്രാഫിയും കാര്യങ്ങളും. നീ വരച്ചതൊക്കെ കാലിഗ്രാഫിയും കാര്യം. പിന്നെ ചെറിയ വേറെ കാലിഗ്രാഫിന്റെ ആള് ഇവനും സന്തോഷ് ഇവ ആളും മിടുക്കനാണ്. കാലിഗ്രാഫി വരച്ചിട്ടില്ലേ? കാലിഗ്രാഫിയും ഇപ്പൊ ഒരു മാറ്റർ അടിച്ചെന്ന പിന്നെ ആ ഭാഗത്തൊക്കെ ഇതൊക്കെ ഈ പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ. ഇതാണ് ഇവിടുത്തെ അക്വറിയം. നമ്മള് അതെങ്ങനെ ഇതാ ഓഫീസ് ചെയ്ത ബോർഡ് തന്നെ നമ്മള് ഒന്നുകൂടെ കൊടുക്കാണ്ട് അതിന്റെ അടിഭാഗം ഒന്ന് സെറ്റ് ചെയ്താ നമ്മളെ ലാബ് വരുന്നത്. ഇതൊക്കെ നമ്മള് പെയിന്റ് അടിച്ച് ഉസ്താദും സഹായിച്ച്. കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെയധികം കഴിവുള്ള കുട്ടികളാണ്. ഒരാൾ ഒന്നിനെന്താണ് മെച്ചമുള്ളതാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു വേണ്ടെന്ന് പറയില്ല. എന്താ വെച്ചാൽ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യും. നമ്മൾ സംസാരിക്കും, നമ്മളെ മാനേജറുമായി കൊണ്ട് സംസാരിക്കും. അതിനെന്താ അവസ്ഥ നമുക്ക് ചെയ്യാമല്ലോ, നമുക്ക് ചെയ്ത് കൊടുത്തോളെന്ന് പറയലാണ് മാനേജ്മെൻറ്റൊക്കെ. അപ്പോൾ നമുക്ക് ധൈര്യമാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇതിനൊക്കെ ഉഷാറാണ്. ഇതിലേറെ മാഷ് ഇന്നലെ പോയി മാഷെ കണ്ടിരുന്നു. മാനേജർ മാനേജർ വന്നാൽ ഉടനെ എന്ത് ചെയ്യും, വിളിക്കും. ഉസ്താദെ കൊണ്ട് വന്നാളിന്ന് അറിയും. എന്താ കുട്ടികളുടെ ഭക്ഷണം, ഇന്നത്തെ ഭക്ഷണമൊക്കെ എന്താണ്, കുട്ടികൾക്ക് എന്താ പാട് കാര്യങ്ങളൊക്കെ വെച്ച് മൂപ്പര് ആ വന്ന ഉടനെ എന്ത് ചെയ്യും, എന്നെ വിളിക്കലാണ്. അവർ ഈ പണക്കാട് തങ്ങന്മാരുടെ ആ സ്നേഹത്തിൻ്റെ തണലിൽ നമ്മളും ആ തണൽ ആസ്വദിക്കുന്നവരാണ്. ഈ കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ്. കാരണം പറഞ്ഞില്ലേ, ഈ ഉസ്താദ് വന്നപ്പോൾ കിട്ടിയ ഒരു വലിയൊരു മാറ്റം. അത് കഴിഞ്ഞാ ഇതൊക്കെ നമ്മളെ സ്റ്റുഡൻസ് അല്ലേ? നമ്മളെ UP LP വിദ്യാർത്ഥികളാണ്. സ്കൂളിൽ പോയി ഇപ്പോൾ വരികയാണല്ലേ? മറ്റൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥി.